ബംഗ്ലാദേശ് സൈന്യം ഇന്ത്യയുടെ അതിർത്തിയിൽ ബങ്കറുകൾ കുഴിക്കുന്നു, അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെയാണ് നേരത്തെ കേട്ടത്. ഇപ്പോൾ കേൾക്കുന്നു ബംഗ്ലാദേശിലെ സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ അഭിപ്രായ അനൈക്യമാണെന്ന്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്നു. ബംഗ്ലാദേശിൽ ഗുരുതരമായ അഭിപ്രായ അനൈക്യം തന്നെയാണ്. കാരണം വാക്കർ ഉസ് സമാൻ, അതാണ് ബംഗ്ലാദേശിൻ്റെ കരസേനാ തലവൻ. കരസേനാ തലവൻ മാത്രമല്ല, അദ്ദേഹം വളരെ മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. പട്ടാളമാണ്, അടിമുടി പട്ടാളക്കാരൻ എന്ന് പറയാവുന്ന ഒരു പട്ടാളക്കാരൻ എന്നാണ് അദ്ദേഹത്തെ പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷമൊക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, സാധാരണ സൈനിക മേധാവി പറയാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ വളരെ തന്ത്രപ്രധാനമായ ഒരു അയൽ രാജ്യമാണ് ബംഗ്ലാദേശിൻ്റേത്. ഇന്ത്യൻ ആർമിയും ബംഗ്ലാദേശ് സേനയും തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക്, സൈനിക താൽപ്പര്യങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒന്നും ബംഗ്ലാദേശ് സൈന്യം ചെയ്യില്ല. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ സൈനിക താൽപ്പര്യങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒന്നും ബംഗ്ലാദേശ് ആർമി ചെയ്യില്ല എന്ന് ബംഗ്ലാദേശിൻ്റെ കരസേനാ മേധാവി പറഞ്ഞു. അപ്പോൾ വാക്കർ ഉസ് സമാൻ മുമ്പ് ഇന്ത്യയിലെ ഡിഫൻസ് സ്കൂളുകളിലും ഡിഫൻസ് കോളേജുകളിലുമൊക്കെ പരിശീലനത്തിനുമൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ശരിക്കും ഇന്ത്യയിൽ നിന്ന് കിട്ടിയ സൈനിക പരിശീലനം, മിലിറ്ററി എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവാണ്, ഒരു സേനാ തലവനാണ്. ഉയർന്നതല്ല, ആർമിയുടെ പരമോന്നത നേതാവാണ് വാക്കർ ഉസ് അസ്മാൻ. മാത്രമല്ല, ഈ ജിയോളജിഗ്രാഫിക്കലി നമ്മുടെ ഈ മേഖലയുടെ തന്ത്രപ്രാധാന്യം മനസ്സിലാക്കി അതിൽ വളരെ മോഡറേറ്റ്, ആ വാക്ക് വീണ്ടും പറയാം, മോഡറേറ്റായിട്ട്. ഇപ്പോൾ പുതിയ ഭരണകൂടം വന്നപ്പോൾ പട്ടാളം അവിടെ വലിയ സാഹസികതയൊന്നും കാണിച്ചിട്ടില്ല. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം, അവിടെ ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന കലാപം ഉണ്ടായ സമയത്ത് അവരുടെ ലക്ഷ്യം ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരമായിരുന്നു. ഹസീനയെ കൊല്ലുക എന്നുള്ളതായിരുന്നു. നമ്മൾ കണ്ടില്ലേ, ഹസീനയുടെ മുറി കഴിയിട്ട് ഹസീനയുടെ അടിവസ്ത്രങ്ങൾ വരെ എടുത്ത് പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്ക് അധപ്പതിച്ച ഒരു കലാപമാണ് അവിടെ നടന്നത്. അവിടെ ഈ കലാപം രൂക്ഷമായ സമയത്ത് നേരിട്ട് വാക്കർ ഉസ് സമാനാണ് പറഞ്ഞത്, സംഗതി കൈവിട്ടു പോവുകയാണ്, ഒരു കാര്യം ചെയ്യൂ, ഞാൻ നിങ്ങളെ സുരക്ഷിതമായി ഇന്ത്യയിലെത്തിക്കാമെന്ന് പറഞ്ഞ് ആർമി തന്നെ ഏർപ്പാടാക്കിയ സുരക്ഷാ സന്നാഹത്തിലൂടെ യാത്ര ചെയ്താണ് എയർപോർട്ടിൽ വിമാനത്താവളം വരെ എത്തുകയും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പറന്ന് ഹസീന എത്തുകയും ചെയ്തു. ഹസീനെ രക്ഷപ്പെടുത്തിയതാരാ? അപ്പോൾ ശരിക്കും ഈ പറയുന്ന പട്ടാള മേധാവി വാക്കർ ഉസ് സമാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ദീർഘകാലമായി ഹസീനയായിട്ടുള്ള നല്ല ബന്ധം, ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധം, ഇന്ത്യയിൽ നിന്ന് കിട്ടിയ മിലിറ്ററി പരിശീലനങ്ങളുടെ അനുഭവം, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. കാരണം ബംഗ്ലാദേശ് എന്നുള്ള രാജ്യം തന്നെ ഉണ്ടായത് ഇന്ത്യയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്ന ഒരു മിലിറ്ററി ഓഫീസറാണ്, സേനയുടെ തലവരുമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്താണ്, ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ ഹനിക്കുന്നൊന്നും ബംഗ്ലാദേശ് ആർമി ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താ കണ്ടത്? ബംഗ്ലാദേശ് ആർമിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പാകിസ്ഥാനിൽ ചെല്ലുന്നു, പാകിസ്ഥാനിൽ നിന്ന് അവരെ ക്ഷണിച്ചുകൊണ്ട് വരുന്നു, ചില മേജർമാർ വരുന്നു, അവരെ ബംഗ്ലാദേശ് ആർമിയുടെ വിമാനത്തിൽ കയറ്റി നമ്മുടെ ചിക്കൻ നെക്കിൻ്റെ അവിടേക്ക് കൊണ്ടുപോകുന്നു. ഇതെല്ലാം അവരെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ പൊതുവിലൊരു സംശയമുണ്ട്, വാക്കർ ഉസ് സമാൻ പറഞ്ഞതിന് വ്യത്യസ്തമായ കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇന്ത്യയെ വല്ലാതെ പ്രകോപിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്, ബംഗ്ലാദേശിലേക്ക് ISIയുടെ ആളുകൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ വാക്കർ ഉസ് സമാൻ പറഞ്ഞതിനേക്കാളും വ്യത്യസ്തമായി കാര്യങ്ങൾ നടക്കുന്നു. ആർമിയുടെ തലവനായിരുന്നിട്ടും അദ്ദേഹം പറഞ്ഞ നിലപാടിന് വിരുദ്ധമായ കാര്യങ്ങൾ എങ്ങനെ ബംഗ്ലാദേശിൽ നടക്കുന്നുവെന്നാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ കണ്ടെത്തുന്നത് ലഫ്റ്റനൻറ്റ് ജനറൽ മുഹമ്മദ് ഫൈസൂർ റഹ്മാൻ എന്നൊരാളുണ്ട്. സേനയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആർമി ചീഫിൻ്റെ താഴെയുള്ള ഒരാളാണ്. അയാൾ ISI ബന്ധമുള്ള ആളാണ്. അയാളുടെ കൂടെ ലഫ്റ്റനൻറ്റ് ജനറൽ മുഹമ്മദ് ഷഹീനുൽ ഹക്ക്, അയാളെ പിന്തുണയ്ക്കുന്ന ഒരു മേജർ ജനറൽ മുഹമ്മദ് മൊയ്ൻ ഖാൻ, ഇങ്ങനെ ഒരു 3 പേർ. ഒന്ന് നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഫൈസൂർ റഹ്മാൻ ലഫ്റ്റനൻറ്റ് ജനറൽ, ആ ലഫ്റ്റനൻറ്റ് ജനറലിൻ്റെ കൂടെ മുഹമ്മദ് ഷഹീനുൽ ഹക്ക്, അയാളെ പിന്തുണയ്ക്കുന്ന മേജർ ജനറൽ മുഹമ്മദ് മൊയ്ൻ ഖാൻ, ഇങ്ങനെ ഒരു 3 പേർ ചേർന്ന് ഇപ്പോൾ ബംഗ്ലാദേശ് ആർമിയുടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ആർമി ചീഫ് അറിയാതെ, ആർമി ചീഫിൻ്റെ സമ്മതം കൂടാതെ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് വ്യത്യസ്തമായി അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നതൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്ന് ഒരു പട്ടാള മേധാവി പറയാൻ പാടില്ല. പട്ടാളമല്ല തീരുമാനിക്കുന്നത്, ഓർക്കുന്നില്ല, അത് രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് ചെയ്യുകയാണ് സൈന്യം ചെയ്യേണ്ടത്. ഇവിടെ സൈനിക മേധാവിയായ അദ്ദേഹം ഒരു 2 ആഴ്ച മുമ്പ് വാക്കർ
ഉസ്സമാൻ പറഞ്ഞ എന്താ, ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന ഒന്നും ബംഗ്ലാദേശ് ആർമി ചെയ്യത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ അതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ. അങ്ങനെ ആർമി പറയാൻ പാടില്ലല്ലോ എന്ത് ഒരു ചോദ്യം ഉയർന്നത്. അതായത് ബംഗ്ലാദേശിന്റെ ചീഫ് അഡ്വൈസറായ മുഹമ്മദ് യൂനിസിന്റെ നിലപാടുകളോട് ഈ ആർമി യോജിക്കുന്നില്ല നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ ജനറൽ മുഹമ്മദ് ഉസ്സമാൻ ഈ അദ്ദേഹം വാക്കർ ഉസ്സമാൻ അല്ലേ, അദ്ദേഹം നേരത്തെ ഈ പറയുന്ന മുഹമ്മദ് യൂനിസും അതുപോലെ തന്നെ ഷഹബാസ് ഷെരീഫും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു ഈജിപ്തിൽ. അന്നും അദ്ദേഹം ഇതിനോട് യോജിച്ചില്ല. മാത്രമല്ല മുഹമ്മദ് യൂനിസിൻ്റെ നിലപാടുകളോട് യോജിക്കാത്തതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റി ബാക്കിയുള്ളവർ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഒരു പട്ടാളത്തിലൊരു വിങ്ങിനെ ഈ ജമാഅത്ത് ഇസ്ലാമി ടീം ഉണ്ടാക്കുന്നതായിരിക്കാം. അതുകൊണ്ടല്ലേ ഇദ്ദേഹത്തെ മാറ്റി നിർത്താൻ അല്ല. അതായത് സൈനിക തലവൻ അങ്ങനെ നിൽക്കുമ്പോൾ, സൈനിക തലവൻ്റെ നിലപാട് പറഞ്ഞിരിക്കുമ്പോൾ ഒരു ലഫ്റ്റനൻറ്റ് ജനറൽ മുഹമ്മദ് ഫൈസൂർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ എങ്ങനെയാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നു, പാകിസ്ഥാൻ പട്ടാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു, പാകിസ്ഥാൻ പരിശീലനത്തിന് വരുന്നു, പാകിസ്ഥാൻ ചാരസംഘടനയുടെ ആളുകളെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് വരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ വാക്കർ ഉസ്സമാനെ മറികടന്ന് ലഫ്റ്റനൻറ്റ് ജനറൽ മുഹമ്മദ് ഫൈസൂർ റഹ്മാനുമായി ഒരു ബന്ധം ആരുണ്ടാക്കിയിരിക്കുന്നു? യൂനിസും സംഘം അയാളെ അവരെ ഉപയോഗിച്ച് മിലിറ്ററിയെ അവരുടെ വശത്തേക്ക് ചായ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഇങ്ങനെ ഒരു നിഷ്പക്ഷ നിലപാടൊന്നും സ്വീകരിക്കണം. അതുകൊണ്ട് സ്വാഭാവികമായും സംഭവിക്കാൻ പറ്റുന്നത്, പക്ഷേ അയാളെ ഒരു ഒന്നാന്തരം ഒരു മിലിറ്ററി ഓഫീസർ എന്ന നിലയിലുള്ള സൽകീർത്തിയുള്ള ആളാണ് വാക്കർ ഉസ്സമാൻ. അപ്പോൾ വാക്കർ ഉസ്സമാനെതിരെ ഞാൻ നേരത്തെ പേര് പറഞ്ഞ 3 ഓഫീസർമാർ പ്ലസ് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ ഒരു നീക്കം നടത്തുന്നു എന്ന് പൊതുവെ പറയപ്പെടുകയാണ്. ഇതിനെ വാക്കർ ഉസ്സമാൻ എങ്ങനെ കൗണ്ടർ ചെയ്യും എന്ന് വളരെ പ്രധാനപ്പെട്ട. അല്ല, അതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. കാരണം ഈ ഷേഖ് ഹസീനയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഷേഖ് ഹസീന അന്ന് പറഞ്ഞത് എന്നെ രക്ഷിക്കണം, ഇവിടെ കലാപം ഉണ്ടാകുന്ന പറഞ്ഞപ്പോൾ ഈ വാക്കർ ഉസ്സമാൻ പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല, കാരണം ഈ കലാപം അടിച്ചമർത്താൻ പറ്റില്ല, പകരം നിങ്ങൾ വേണമെങ്കിൽ കലാപം അടിച്ചമർത്താന്ന് പറഞ്ഞാൽ കലാപകാരികളെ മുഴുവൻ വെടിവെക്കേണ്ടി നിങ്ങൾ രക്ഷപ്പെട്ടു 12,000 പേരെ കൊല്ലേണ്ടി വരും. അതെ, അതിപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ ഇവരെ വേണമെങ്കിൽ അവർക്ക് വീട്ടുതടങ്കൽ രക്ഷപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സിറ്റുവേഷൻസ് വല്ലാണ്ട് മാറി. അപ്പോൾ പാകിസ്ഥാൻ ആർമിയിൽ സൈനിക തലവനും അദ്ദേഹത്തിൻ്റെ താഴെയുള്ള 3 ഓഫീസർമാരും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് ധ്രുവത്തിലേക്ക് മാറണം. അങ്ങനെ ഈ ഉള്ള 3 പേർക്ക് ISI ബന്ധമുള്ള മുഹമ്മദ് ഫൈസൂർ റഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് യൂനിസിൻ്റെ പിന്തുണയുണ്ട്. പക്ഷേ യൂനിസിനെ സംബന്ധിച്ച് യൂനിസ് ഈ ചീഫ് അഡ്വൈസർ എന്ന് പറയുമ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ആരുടെ അഡ്വൈസർ, ആരോടാണ് അഡ്വൈസ് ചെയ്യുന്നത്? അപ്പോൾ അവിടെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്ന് പറയുന്ന 2 പദവികളെ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിലുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ നാളെ ബംഗ്ലാദേശ് സൈനിക മേധാവി വാക്കർ ഉസ്സമാൻ തീരുമാനിക്കുകയാണ്, നിങ്ങളുടെ ഓർഡറുകൾ എനിക്ക് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അതായത് പട്ടാള ഭരണത്തിലേക്ക് പോകാം. മാത്രമല്ല ഇപ്പോഴും ആർമി ചീഫ് എന്ന് പറയുന്നത് വാക്കർ ഉസ്സമാനാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവുകൾ പാലിക്കപ്പെടാൻ ഏറ്റവും താഴെയുള്ള സോൾജിയർ വരെ ബാധ്യസ്ഥരാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ഇത്തരം സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് ബംഗ്ലാദേശിന് സംഭവിച്ചുകൂടാ. അപ്പോൾ 3 ഉദ്യോഗസ്ഥന്മാർ, 3 ലഫ്റ്റനൻറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള 2 ലഫ്റ്റനൻറ്റ് ജനറൽമാരും ഒരു മേജർ ജനറലും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നീക്കുന്നത്. അതിൽ വാക്കർ ഉസ്സമാന് കടുത്ത അതൃപ്തിയാണ്. ഈ അതൃപ്തി അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടായി വരികയും അദ്ദേഹം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനാണ് സൈനിക മേധാവി, എൻ്റെ ഉത്തരവുകൾ അനുസരിക്കണം എന്ന് പറഞ്ഞൊരു ഉത്തരവിടുകയും ചെയ്താൽ ഈ 3 പേരെ പുറത്താക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർ പറയുന്ന ഉത്തരവാണോ ബംഗ്ലാദേശ് സേന അനുസരിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ടെൻഷൻ ഇപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ബംഗ്ലാദേശിൽ കയറി യാതൊന്നും നടത്തുന്നില്ല. ഇങ്ങനെ ഒരു സൈനിക തലവൻ ഒരു നിലപാട് സ്വീകരിക്കുകയും ഇന്ത്യ പരോക്ഷമായി സപ്പോർട്ട് നൽകുകയും ചെയ്താൽ വീണ്ടും കാര്യങ്ങൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ. ബംഗ്ലാദേശിലെ സ്ഥിതി വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുക. കാരണം പാകിസ്ഥാൻ്റെ എയ്ഡ് നിന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു US എയ്ഡ് നിർത്തിക്കൊണ്ട് ട്രംപ് ഉത്തരവ് ഒപ്പിട്ട് കഴിഞ്ഞു. 5-ാം ദിവസം ഇട്ട ഉത്തരവ് ഈ ബംഗ്ലാദേശിന് ഈ സഹായം ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അരക്കൻ ആർമി വരുന്നുണ്ട്. അതിർത്തി അശാന്തമാണ്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഡീസലില്ല. ഇന്ത്യയോട് ഡീസൽ ചോദിച്ചു, ഇന്ത്യ ഇതുവരെ ഡീസൽ കൊടുത്തിട്ടില്ല. ഈ ബംഗ്ലാദേശിൻ്റെ കപ്പലുകളല്ലേ കപ്പലുകൾ അരക്കൻ പിടിച്ചെടുത്തിട്ടുണ്ട്. 2 വിട്ടുകൊടുത്തു. 2 ഇപ്പോഴും കസ്റ്റഡിയിലാണ്. അങ്ങനെ എല്ലാവിധത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാതെ വരുന്നു. അത് ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതിന് കൂടാതെ അവിടെയുള്ള 5 ലക്ഷത്തോളം റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫണ്ടായിട്ട് അമേരിക്ക അവർക്ക് എയ്ഡ് കൊടുക്കുന്നത്. ആ എയ്ഡ് കട്ട് ചെയ്തു. ഇവർ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകുമ്പോഴാണ് ആർമിക്കകത്ത് ഒരു സിറ്റുവേഷൻ. കാരണം യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വാക്കർ ഉസ്സമാന് അനുകൂലമായ സാഹചര്യം വെയിറ്റ് കൂടുകയാണ്. കാരണം യൂനിസിനെ അംഗീകരിച്ച് നിന്നാൽ അരിയില്ല, തുണിയില്ല, പണിയില്ല, ദാരിദ്ര്യം, പോലീസിനും പട്ടാളത്തിനും ഓടാനുള്ള ഡീസലില്ല.
അപ്പോൾ പിന്നെ യൂനിസിൻ്റെ കൂടെ ഈ 3 ഓഫീസർമാർ നിന്നാൽ അത് സക്സീഡ് ചെയ്യുമ്പോൾ ബംഗ്ലാദേശ് ആർമി ഇവരുടെ കൂടെ മുങ്ങുന്ന കപ്പലാണ്, അവിടെ എന്തിന് നിൽക്കണം. അപ്പോൾ വാക്കർ സമാൻ ഒരു നിലപാടെടുക്കുകയാണ്, ഈ യൂനിസിൻ്റെ ഭരണം വേണ്ട, ഈ 3 പാകിസ്ഥാനുമായി അവിഹിതമായ ബംഗ്ലാദേശിൻ്റെ ഇതുവരെയുള്ള ബംഗ്ലാദേശിൻ്റെ സൈനിക നയം പാകിസ്ഥാനുമായി ഡിറ്റാച്ച് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. അതും എക്കാലത്തും അതിനെ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാവാതെ അങ്ങനെ ഒരു പോളിസി മാറ്റം പ്രഖ്യാപിച്ചിട്ടില്ല, യൂണിസ് പ്രഖ്യാപിച്ചിട്ടില്ല, ഒഫീഷ്യലി ബംഗ്ലാദേശ് പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങൾ പാകിസ്ഥാനുമായുള്ള എനിമിറ്റി എല്ലാം അവസാനിച്ചു, ഇനി പാകിസ്ഥാൻ ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ്, ഞങ്ങൾക്ക് അവരുമായിട്ട് സഹകരിക്കാനാണ് താല്പര്യം, ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. പണ്ട് ടോക്കിംഗ് റിലേഷൻ പോലും ഇല്ലാത്ത അതാണ് അനൗൺസ് ചെയ്യാത്ത സാഹചര്യത്തിൽ 3 ഓഫീസർമാരും യൂനിസും ചേർന്ന് ഇങ്ങനൊരു നിലപാടെടുക്കുകയും അവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത തരത്തിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ, ഭക്ഷ്യധാന്യങ്ങളില്ലാഴിക മാത്രമല്ല, ഫ്യൂവൽ ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? കറണ്ട് പോലും ഇല്ല. അദാനിയും ത്രിപുരയും കൊടുക്കുന്ന കറണ്ട് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. കാശ് കിട്ടാത്തതുകൊണ്ട് അവർ കൊടുക്കുന്ന പവർ കട്ട് ചെയ്തിരിക്കുക, പലയിടത്തും പവർ കട്ടാണ്. അപ്പോൾ അത് പൂർണ്ണമായും കറണ്ട് കൂടെ കിട്ടാത്ത സ്ഥിതി വന്നാൽ ബംഗ്ലാദേശ് രാപ്പകൽ ഇരുട്ടിലേക്ക് പോവുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ആർമിയിൽ നടക്കുന്ന ഈ കലഹം ഈ ബംഗ്ലാദേശിനെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് കണ്ടറിയണം. മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് സാഹചര്യങ്ങൾ അനുകൂലമാണ്. സിനു പറഞ്ഞ പോലെ ഇന്ത്യ ഒന്ന് തലയാട്ടുക കൂടി ചെയ്താൽ വാക്കർ സമാൻ ബംഗ്ലാദേശിൻ്റെ ഭരണം പിടിച്ചെടുത്തേക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗ്ലാദേശ് ഒരു പട്ടാള വിപ്ലവത്തിലേക്ക് നീങ്ങുകയാണ്, പതുക്കെ നീങ്ങുകയാണ്. ഒന്നെങ്കിൽ വാക്കർ അമാൻ പുറത്തായി എതിർപക്ഷം ഭരണം പിടിക്കാം, അല്ലെങ്കിൽ വാക്കർ ഉസ്മാൻ യൂനിസിനെ പുറത്താക്കിക്കൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഭരണം പിടിച്ചേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.